Hi ladies, ഇത് NCDC-യുടെ മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രോഗ്രാം ഇന്ന് നടത്തുന്നത്. NCDC എന്ന് പറഞ്ഞാൽ നാഷണൽ ചൈൽഡ് ഡെവലപ്മെൻറ്റ് കൗൺസിൽ. ഇത് സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി നിലനിൽക്കുന്ന ഒരു ഓർഗനൈസേഷനാണ്. സെൻട്രൽ ഗവൺമെൻറ് അഫിലിയേറ്റഡ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ് നാഷണൽ ചൈൽഡ് ഡെവലപ്മെൻറ്റ് കൗൺസിൽ. NCDC-യുടെ ഈ കോഴ്സ് മുഖാന്തരം നിരവധി സ്ത്രീകൾ ഇന്ന് സ്വന്തമായി ജോലി ചെയ്ത് സമ്പാദിക്കുന്നു. പല ആളുകൾക്കും പല സ്ത്രീകൾക്കും നിങ്ങൾക്കറിയാവുന്നതുപോലെ അവരുടെ ജീവിതമാർഗം കണ്ടെത്താൻ സഹായിച്ച ഒരു ഓർഗനൈസേഷനാണ് നാഷണൽ ചൈൽഡ് ഡെവലപ്മെൻറ്റ് കൗൺസിൽ. ഇതിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഈ കോഴ്സിൽ ചേരുന്നതിന് സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ഒരു പ്രായപരിധി നിശ്ചയിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഏത് പ്രായത്തിലുള്ള 18 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഏതൊരു ലേഡീസിനും അവരുടെ ജീവിതത്തിൻ്റെ മാർഗം കണ്ടുപിടിക്കാൻ ഒരു നല്ല ടീച്ചിങ് എന്നൊരു ഡിവൈൻ പ്രൊഫഷനാണ്. അതിലേക്ക് വരാനുള്ള ഒരു വഴി കാണിച്ചു കൊടുക്കുകയാണ് NCDC ചെയ്യുന്നത്. NCDC-യുടെ മോണ്ടിസറി ടീച്ചേഴ്സ് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തത് 2005 മുതലാണ്. 12 വർഷമായി നമ്മൾ ഒരുപാട് കുട്ടികളെ ഈ കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും നമുക്ക് സെൻറ്ററുകളുണ്ട്. ആ സെൻറ്ററുകളിലൂടെ നിരവധി കുട്ടികൾ ഈ കോഴ്സ് ചെയ്യുകയും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ വർഷം ഏകദേശം 1000-ഓളം സ്ത്രീകളാണ് ഈ കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഈ കോഴ്സ് കഴിഞ്ഞിട്ടുള്ള എല്ലാവരും തന്നെ 90% ലേഡീസും ജോലി ചെയ്യുന്നവരാണ്. ബാക്കി ഏതെങ്കിലും ആളുകൾ ചെയ്യാതിരിക്കുകയാണെങ്കിൽ അത് അവരുടെ പേഴ്സണൽ പ്രോബ്ലം കൊണ്ട് മാത്രമാണ്. ലേഡീസ് ആയതുകൊണ്ട് അവർക്ക് വരുന്ന ഫാമിലി പ്രോബ്ലം അങ്ങനെയുള്ളത് കൊണ്ടല്ലാതെ കോഴ്സിൻ്റെ സർട്ടിഫിക്കറ്റ് വാലിഡിറ്റി, ഇൻ്റർനാഷണൽ വാലിഡിറ്റി ഉള്ള സർട്ടിഫിക്കറ്റാണ് നമ്മൾ നൽകുന്നത്. അപ്പോൾ ഈ ഒരു കോഴ്സ് ചെയ്താൽ ജോബ് ഓറിയൻറ്റഡ് ആണ്, 100% ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സാണ് നാഷണൽ ചൈൽഡ് ഡെവലപ്മെൻറ്റ് കൗൺസിൽ സ്ത്രീകൾക്കായിട്ട് നൽകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രാക്ടിക്കൽ സെക്ഷൻ്റെ ചില ഭാഗങ്ങളാണ് ഞങ്ങളിന്ന് നിങ്ങൾക്ക് മുന്നിൽ കാണിക്കുന്നത്. ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് കാണാവുന്നതാണ്. Good morning everybody. ഇന്നിവിടെ NCDC മോണ്ടിസോറി TTC-യുടെ ഭാഗമായിട്ടുള്ള TTC കോഴ്സിൻ്റെ പ്രാക്ടിക്കൽ ക്ലാസ്സാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ട് നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷാണ് കോഴ്സിൻ്റെ ഭാഗമായിട്ട് കൊടുക്കുന്നത്. അതിനുശേഷം പ്രാക്ടിക്കൽ സെക്ഷൻ. സോ ഇന്ന് ആ പ്രാക്ടിക്കൽ സെക്ഷനിലെ ഫസ്റ്റ് കോഡാണ് നമ്മൾ ചെയ്യുന്നത്. ആദ്യമായിട്ട് മെഡിറ്റേഷൻ.
After meditation only, we will start our activities. So next one is informal talking. Two students want to sit face to face and they want to talk informally. Already I have cough, so sometimes if it is emergency, it will come again. No, actually medicine is there. After this headache and the cold, it came. So I am having that Ayurvedic lehyam like that. Yes, when cough is coming, just having it, it will be okay. So that is the thing. And your daughter got to which school? Amrita. The next June only the class, no? Next vacation class, anything have? No, that? nothing. Nothing. That time kids have only. Time kids, I think they don't have any vacancy. Okay. No, May onwards they have class there, no? Students? No, only summer class. Summer class. April, May, both summer class is there. Next one is debate. The subject is government transport bus or private transport bus is good for traveling. So our class is divided into two sections. This is first section, this is second section. So these two groups will make debate on this topic. No, but the thing is, in that private buses, no, the steps height is very high, no. We can't climb in the bus. You know that KSRTC buses have low floor buses and all now, so we can get in that bus very easily. By the time we climb that high stairs, within the second before we can the bus will take, the driver will take the bus. And also at the time when we get into the private buses, they will help us like this. But at the time when we get in all the drivers is Okay, anyway, we made a debate here on the topic which bus is good, KSRTC or private bus. So some qualities have both buses. Next is our craft work. So we want to make a picture wheel and a number wheel here. Here we are going to show you how to make a number wheel and a picture wheel. This is the number wheel and this is the picture wheel. To make this, first we need two cardboards. One is of a bigger size, another is of a smaller size. First paste the chart paper on the cardboard and cut it according to the size. The smaller wheel has to be fixed on the bigger wheel using a screw. The circle has to be divided into 8 parts so that 8 pictures can be stuck on it. And here
the picture will have the corresponding name here. This smaller wheel can be rotated and the word corresponding to the picture can be brought. For example, this is a rose, so the name has to correspond with the rose. So like that the child can learn what is a rose and the spelling of it. Same way the number wheel can also be made like that. The smaller wheel has to be fixed onto the bigger wheel and it has to be cut into 8 parts, because we are teaching from number 1 to 8, and here we have dots here from 1 to 8. So the number corresponding to the dot can be placed and a child can count the dots and learn the number. നമ്മളിപ്പോൾ നമ്പർ വീൽസ് ആൻഡ് പിക്ചർ വീൽസ് ഉണ്ടാക്കുന്നതാണ് കണ്ടത്. ഈ പിക്ചർ വീൽസ് ആൻഡ് നമ്പർ വീൽസ് യൂസ് ചെയ്തിട്ട് കുട്ടികൾക്ക് 0 മുതൽ 9 വരെയുള്ള സംഖ്യകൾ കൃത്യമായിട്ട് പഠിക്കാനും അതേപോലെ ഓരോ പിക്ചറിൻ്റെ നേരെയുള്ള പിക്ചറിൻ്റെ പേരെന്താണെന്നും അതിൻ്റെ സ്പെല്ലിംഗ് എന്താണെന്നും മനസ്സിലാക്കാനും ഈ പിക്ചർ വീൽ കൊണ്ടും നമ്പർ വീൽ കൊണ്ടും സാധിക്കും. ലേഡീസ് അവറിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കൂടുതൽ സെഗ്മെന്റുകളുമായി വീണ്ടും അടുത്ത ലേഡീസ് അവറിൽ കാണാം.